സർവേകളെല്ലാം പ്രവചിക്കുന്നത് കോൺഗ്രസിന് ഒരു എഡ്ജ് പ്രവചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതെ. ടുഡേസ് ചാണക്യ ഒരു തൂക്ക് സഭയും പ്രവചിക്കുന്നുണ്ട്. അപ്പൊ BJP സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതാണോ അതോ CPM അധികാരത്തിൽ വരുന്നതാണോ കേരളം പിടിക്കാൻ കുറച്ചുകൂടി എളുപ്പം എന്ന് കരുതുന്നത്? അല്ല, ഞാൻ പറയുന്നത് ശരിക്കും എനിക്ക് BJP വക്താവല്ലാത്തത് കൊണ്ട് BJPക്ക് ആര് ഗുണകരമാണെന്നുള്ളത് എന്റെ വിഷയം സത്യത്തിലല്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ആര് വരുന്നതാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അതിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ വികസനം നടക്കുന്ന രീതിയിലുള്ള മന്ത്രിസഭ വരണം. അതിനകത്ത് രാഷ്ട്രീയമല്ല പ്രശ്നം. കാരണം നിലവിൽ കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസ് പലപ്പോഴും കോൺഗ്രസ് അനുവർത്തിക്കുന്ന സമീപനങ്ങള് അതിൽ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കന്മാർ വ്യത്യസ്തരാണെന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. ഭൂരിപക്ഷം വരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാര് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കേരളത്തിന്റെ വികസനം അവരൊരു ടാർഗറ്റേ അല്ല. അവര് പലപ്പോഴും ഭരിക്കുന്നത് സ്വന്തമായിട്ട് ഈ ഉദരനിമിത്തം ബഹിർഗത വേഷം എന്നുള്ള ഇവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നതെന്ന് തോന്നാറുണ്ട് പലപ്പോഴും. ഇവര് പലപ്പോഴും കേരളത്തിന്റെ വികസനത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാറില്ല. ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞാല് 1986-ലാണ് നാഷണൽ ഹൈവേയുടെ വികസനം വന്നത്. അതിനുശേഷം കേന്ദ്രത്തിലും കേരളത്തിലും ഒരേപോലെ കോൺഗ്രസ്സുകാർ ഭരിച്ചു. പക്ഷേ നാഷണൽ ഹൈവേ എവിടെ എത്തിയില്ല. മറിച്ച് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, കഴിഞ്ഞ 6 വർഷം കൊണ്ട് നാഷണൽ ഹൈവേക്ക് കേരളത്തിൽ ചെലവഴിച്ചത് 93,000 കോടി രൂപയാണ്. അതിന് തടസ്സമില്ലാതെ നീങ്ങുന്നതിന് കഴിഞ്ഞ സംസ്ഥാന സർക്കാർ വലിയ പങ്കുവഹിച്ചു എന്നാണ് എന്റെ അഭിപ്രായം. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസ് മുക്ത ഭാരതമാണ് ലക്ഷ്യമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലും കോൺഗ്രസ് മുക്തമാകുന്നതായിരിക്കൂലേ കുറച്ചുകൂടി എളുപ്പം? അല്ല, ഞാനതിനകത്തൊരു BJPയുടെ ഔദ്യോഗിക വക്താവല്ലാത്തത് കൊണ്ട് അഭിപ്രായം പറയുന്നില്ല. പക്ഷെ കോൺഗ്രസ് എന്നുള്ള അതിന് എന്റെ വിവക്ഷയുള്ളത്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ്. കോൺഗ്രസിന്റെ അടിമുടിയുള്ള നേതാക്കന്മാരുടെ അടിസ്ഥാന സ്വഭാവം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചതാണ്. ഈ അഴിമതി പലപ്പോഴും ജനവിരുദ്ധമാണ്, ജനങ്ങളുടെ വികസനത്തിനെ തടസ്സപ്പെടുത്തുന്നതാണ്. കോൺഗ്രസ് ഭരിച്ച കാലത്തൊന്നും അവർക്ക് ഈ നാടിന്റെ വികസനം അവരുടെ ലക്ഷ്യത്തിൽ പെട്ടുന്നില്ല. കോൺഗ്രസ് പലപ്പോഴും അവരുടെ നേതാക്കന്മാരുടെ കീശ വെറുപ്പിക്കലായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനവും മറ്റു ഭരണസ്ഥാനങ്ങളെന്നാണ് കോൺഗ്രസ് വിശ്വസിച്ചിരുന്നത്. അങ്ങനെയുള്ളതാണ് ഒരു നയം, കോൺഗ്രസിന്റെ നയം പലപ്പോഴും കേരളത്തെ വളരെയധികം പിന്നോക്കം കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഇപ്പൊ ഞാൻ കഴിഞ്ഞ മന്ത്രിസഭയ്ക്കകത്ത് കഴിവുകെട്ട മന്ത്രിമാരായിരുന്നു എന്നുള്ള എനിക്ക് സംശയമൊന്നുമില്ല. അഴിമതിക്കാരനായിരുന്ന ആള് കേരളത്തിന് മുഖ്യമന്ത്രി മാത്രമായിരുന്നു എന്നുള്ള വിശ്വസിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. പക്ഷെ അവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഴിമതി ഉണ്ടായിരുന്നുവെങ്കിൽ പോലും വികസനത്തിന്റെ കാര്യത്തിൽ അവർ ചില പ്രാധാന്യം കൊടുത്തിരുന്നു. ഒരു പ്രാധാന്യം കോൺഗ്രസ് പലപ്പോഴും കൊടുക്കുന്നില്ല. കോൺഗ്രസിന്റെ ഇപ്പൊ അഖിലേന്ത്യാ തലത്തിലോ കേരളത്തിലൊക്കെ ഉള്ള നേതാക്കന്മാർ പലരും, മുഖ്യമന്ത്രി കസേരയിലെ വലിയ നോട്ടമിടുന്ന ആളുകൾ പലരും കേരളത്തിന്റെ വികസനം അവരുടെ വിഷയമല്ല. ആ കേരളത്തിന്റെ വികസനം വിഷയമല്ലാത്ത ഏതൊരാളും അയാളുടെ രാഷ്ട്രീയം നോക്കാതെ കണ്ട് അത്തരമുള്ള ആളുകൾ അവരാരായാലും കൊള്ളാം, അത് കോൺഗ്രസ് ആയാലും കൊള്ളാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കൊള്ളാം, BJP ആയാലും കൊള്ളാം, ആരായാലും കൊള്ളാം, കേരളത്തിന്റെ വികസനം, കേരളത്തിന്റെ നാട്ടുകാരുടെ താല്പര്യങ്ങള് സംരക്ഷിക്കാൻ സാധിക്കുന്ന ആളുകളാണ് ഭരണത്തിലേക്ക് എത്തേണ്ടത്. അത് നിർഭാഗ്യവശാൽ നിലവിലിരിക്കുന്ന കോൺഗ്രസിന്റെ ആളുകളെ സംബന്ധിച്ച് ആ തരം ഒരു നയം അവർക്കില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് മുക്ത ഭാരത് എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്ന അതാണ്. എനിക്ക് പലപ്പോഴും കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് മാറുക എന്നുള്ളതല്ല എന്റെ പ്രശ്നം. ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് പോലും ഒരിക്കലും കേരളത്തിന്റെയോ ഭാരതത്തിന്റെ പൊതുവായിരിക്കുന്ന വികസനം കോൺഗ്രസിന്റെ ചർച്ചയിലില്ല, കോൺഗ്രസിന്റെ അജണ്ടയിലില്ല. കോൺഗ്രസിന്റെ കുടുംബാധിപത്യ ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതിന്റെ അപ്പുറത്ത് ഈ നാടിന്റെ വികസനം ഒരിക്കലും കോൺഗ്രസ് ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 10-12 വർഷക്കാലമായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണകാലത്തുണ്ടായിട്ടുള്ള ഇന്ത്യയുടെ കുതിച്ചുകയറ്റവും അതേപോലെ തന്നെ പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള കേരളത്തിന്റെ വികസന കുതിപ്പുമെല്ലാം കാണിക്കുന്നത് ഈ പറയുന്ന കോൺഗ്രസ് സർക്കാരുകൾ വികസനത്തിൽ നിന്ന് എതിരായി നിന്നതിന്റെ പേരിലാണ്. അതുകൊണ്ട് മാത്രമാണ് ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത്, അഴിമതി മുക്ത ഭാരതം എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ തുടരുന്നത് തന്നെയാണോ മെച്ചമെന്നാണോ തോന്നുന്നത്? അപ്പൊ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നത് ഈ കാൽഭേദം? എനിക്ക് കോൺഗ്രസ് അധികാരത്തിലെത്തുന്നതിനേക്കാൾ നല്ലത് ഇടതുപക്ഷം അധികാരത്തിലെത്തുന്നതാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വ്യക്തിപരമായ എന്റെ ധാരണയാണ്. ഒരുപക്ഷെ സംഘടനാതലത്തിൽ അത്ര അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷെ വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായത്തിലുള്ളത് കേരളത്തിന്റെ വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വേണം.
അവർ സ്ഥാനമാനങ്ങളെ ചൊല്ലി കലഹിക്കുന്നവരായിരിക്കരുത്. അവരുടെ ലക്ഷ്യം അഴിമതിയായിരിക്കരുത്, സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കരുത്. അങ്ങനെയല്ലാത്ത ഒരു മന്ത്രിസഭയാണ് കേരളത്തിൽ വരേണ്ടത്. നിർഭാഗ്യവശാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അഴിമതിയിൽ നിന്ന് മുക്തരായിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിനോടുള്ള എതിർപ്പ് പലപ്പോഴും അവിടെയാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ പക്ഷഭേദങ്ങളല്ല എന്റെ പ്രശ്നമുള്ളത്, മറിച്ച് കോൺഗ്രസ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു പ്രസ്ഥാനമാണ്. കേരളത്തിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ഇന്ത്യയുടെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ജനാധിപത്യത്തിന് തടസ്സം നിൽക്കുന്ന പ്രസ്ഥാനമാണ്. കുടുംബാധിപത്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രസ്ഥാനമാണ്. ഇത്യാദി കാരണങ്ങളെ കൊണ്ടാണ് കോൺഗ്രസിനെ എതിർക്കുന്നത്. അത്തരമൊരു കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ അടുത്തൊരു 5 വർഷക്കാലം കൂടിയിട്ട് കേരളത്തിന്റെ വികസനം മുരടിച്ചു പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ ആരോപിക്കുന്നത് പോലെ CPM BJP ഡീൽ എന്നാണ് അവർ ആരോപിക്കുന്നത്. അപ്പൊ അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് പലപ്പോഴും അവർക്ക് പഴയ കാലത്തുണ്ടായിരുന്ന കോലീബി സഖ്യം എന്നാ പറഞ്ഞിരുന്നത്. ആ കോലീബി സഖ്യത്തിനെ കുറിച്ച് പോലും നട്ടലോടുകൂടി ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള ചങ്കൂറ്റം കോൺഗ്രസ്സുകാർ കാണിച്ചിട്ടില്ലല്ലോ. ഏത് ഡീൽ ആരായിട്ടുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ ആളുകൾ അത് ഉണ്ടെന്ന് തുറന്നു പറയണം. കോലീബി സഖ്യം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് അതിനെക്കുറിച്ച് KG മാരാരുടെ ജീവചരിത്രത്തിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാഴായ ശ്രമത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്ന് ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസുമായിട്ട് നടത്തിയിരിക്കുന്ന നീക്കുപോക്കുകളെ കുറിച്ച് 1991 ഇലക്ഷനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ തരത്തിലുള്ള ഡീല് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഇപ്പൊ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോൺഗ്രസ്സുകാർ ധരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടുള്ള വോട്ടുകളൊക്കെ കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴണമെന്നാണ്. ആ കോൺഗ്രസിന്റെ പെട്ടിയിൽ സത്യത്തിൽ വീഴുമായിരുന്നു. കോൺഗ്രസ് എടുക്കുന്ന ഹിന്ദു വിരുദ്ധമായിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദത്തിന് ചൂട്ടുപിടിക്കുന്ന സമീപനത്തിൽ നിന്ന് കോൺഗ്രസ് മാറിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകള്, സർക്കാർ വിരുദ്ധ വോട്ടുകള് കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് വീഴേണ്ടതാണ്. ആ വോട്ടുകൾ വീഴ്ത്താതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണക്കാര് ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസിന്റെ ആളുകൾ തന്നെയാണ്, കോൺഗ്രസിന്റെ നേതൃത്വമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവരുടെ ഒരു പ്രചരണം മാത്രമാണ് ഈ പറയുന്ന BJP CPM ഡീൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവായ ഒരു വിലയിരുത്തൽ പ്രകാരം കേരളത്തിൽ എപ്രകാരമായിരിക്കും? ഒരു തുടർഭരണമാണോ അതോ ഭരണമാറ്റത്തിന് സാധ്യതയുണ്ടോ? ഇപ്പൊ ചാനലുകളൊക്കെ പറയുന്ന വെച്ചിട്ട് UDF അധികാരത്തിലെത്തുന്നു പറയുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ രീതിയിൽ 98 പേരാണ് കഴിഞ്ഞ ടീമില് LDFനുണ്ടായിരുന്നത്. അതിലൊരു 10-25 സീറ്റുകൾ അവർക്ക് കുറയുകയാണെങ്കിൽ പോലും ചെറിയ ഒരു ഭൂരിപക്ഷത്തിന് അവർ അധികാരത്തിലെത്തിയാൽ അത്ഭുതപ്പെടാനില്ല. നേരെ മറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടുള്ള ശക്തമായ വിയോജിപ്പും എതിർപ്പും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ള വസ്തുത തന്നെയാണ്. ആ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പിനെ പൂർണ്ണ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അവർക്ക് വോട്ട് ചെയ്യാതിരുന്ന ജനങ്ങൾ പോലും അവർക്ക് വോട്ട് ചെയ്യാതിരുന്നാണ് ശരിയെന്ന് വരുത്തുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവർ തമ്മിലടിയെല്ലാം കാണുന്ന സമയത്ത് ആ ജനങ്ങളാണ് ശരി, അവർക്ക് വോട്ട് ചെയ്തവർ തെറ്റാണെന്നുള്ള വസ്തുത കോൺഗ്രസ് നേതൃത്വം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് എന്തിന് അധികാരത്തിൽ വരണം എന്നാണ് എൻ്റെ ഒരു ചിന്തയുള്ളത്. BJPയുടെ മുന്നോട്ടുള്ള പ്രതീക്ഷകളൊക്കെ എന്തെല്ലാമായിരിക്കും? കേരളത്തില് ഞാൻ മനസ്സിലാക്കുന്നത് പറയാം. ഞാൻ BJPയുടെ ഔദ്യോഗിക വക്താവല്ലാത്തതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് BJPയെ സംബന്ധിച്ച് നിലവിലുള്ള സീറ്റുകൾ, അവർക്ക് സീറ്റുകൾ ഉണ്ടായിരുന്നില്ല. ഒരു 4 തുടങ്ങിയിട്ട് 10 വരെ സീറ്റുകൾ BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ അനുകൂലമായിട്ടുള്ള ചുറ്റുപാട് കേരളത്തിലുണ്ട്. അതിനുശേഷം BJPയെ സംബന്ധിച്ച് ഫ്യൂച്ചറിലുള്ളതും ഒരു വളരെ ശോഭനമായിരിക്കുന്ന ഒരു ഭാവി BJPക്കുണ്ട്. പക്ഷെ BJP അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത ഈ കേരളത്തിന്റെ വികസനത്തിന് നമുക്ക് എന്ത് സംഭാവന നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. കേരളം ഒരു വലിയ പതനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് കേരളം പിന്നാക്കാവസ്ഥയിലാണ്, വാണിജ്യപരമായിട്ട് കേരളം പിന്നാക്കാവസ്ഥയിലാണ്, കാർഷിക രംഗത്ത് കേരളം പിന്നാക്കാവസ്ഥയിലാണ്. കേരളത്തിലെ യുവജനങ്ങൾ പൊതുവെ ഒരു അരക്ഷിതാവസ്ഥയിലാണ്. അവർ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തില് അധികാരത്തിൽ വരുന്നു എന്നല്ല, എന്തിന് അധികാരത്തിൽ വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആര് വരുന്നതും BJP അടക്കമുള്ള ഏത് പ്രസ്ഥാനം വരുന്നതും കേരളത്തിന്റെ വികസനം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം. ആ വികസനത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു പ്രസ്ഥാനവും കേരളത്തില് അധികാരത്തിൽ വരരുതെന്നാണ്